തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ ശക്തി നിപാതത്തിലെ തീവ്ര ഭാഗത്തെക്കുറിച്ച് നമുക്കിനി കാണാം. അതിനു മുമ്പ് മന്ദം നാം കഴിഞ്ഞ ദിവസം മന്ദതരം നാം കണ്ടതാണ്. ഇനി നമുക്ക് മന്ദം തീവ്രം എന്നീ 2 ഭാഗങ്ങൾ കാണാം. ഇതാ നോക്കൂ, മന്ദം ശക്തി നിപാതത്തെക്കുറിച്ചിട്ടാണ് തിരുമൂലദേവൻ ഇനി പറയുന്നത്. ശക്തിയെ തന്നുയിர்களാലെ മയക്കി പുണരുവോരാ ശക്തിയാ തന്നെ മയക്കം മാറ്റി കർമ്മം തീർത്ത് ഇമ്പവും വിളയിച്ച് ജ്ഞാനത്തെക്കുറിച്ചിട്ട് അൻപിനാൽ അരുൾ ജ്ഞാനത്തിനെയും ഉറപ്പിക്കുന്നു. അൻപിനാൽ ജ്ഞാനത്തെ ഉറപ്പിക്കുന്നു. അപ്പോൾ മന്ദ ശക്തി നിപാതം എന്ന് പറയുന്നത് അൻപാണ്. അൻപെന്ന് വെച്ചാൽ സ്നേഹം. നമ്മളെപ്പോഴും കാണാറുള്ളതാണ് അൻപേ ശിവം. അപ്പോൾ അൻപിനാൽ അരുൾ ജ്ഞാനത്തെ ഉറപ്പിക്കുന്നു. അൻപ് കൊണ്ട്, സ്നേഹം കൊണ്ട് ശിവാനുഗ്രഹം ലഭിക്കുകയും ജ്ഞാനസിദ്ധി ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്നേഹിക്കാനുള്ള കഴിവ്, ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ ആർക്കാണോ കഴിയുന്നത് അയാൾക്ക് ശിവാനുഗ്രഹം ലഭിക്കുന്നു, അയാൾക്ക് ജ്ഞാന അരുൾ ലഭിക്കുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മന്ദമായ ശക്തി നിപാതം എന്നുള്ളത് സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന അരുളാണ്, ശിവാനുഗ്രഹമാണ്. ആ ശിവാനുഗ്രഹത്താൽ അയാൾ ജ്ഞാനിയായിത്തീരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കൂ. ശക്തിയെ തന്നെ ഉയിർകളെ മയക്കി പുണരുവോര് ആ ശക്തിയെ തന്നെ മയക്കം മാറ്റി കർമ്മം തീർക്കുന്നു. അപ്പോൾ ശക്തി, ഒരു സാധകനിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ രാജയോഗ വിദ്യ എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം കൊണ്ട് ഈ കുണ്ടലിനി ശക്തി, ഉറങ്ങിക്കിടക്കുന്ന 3.5 ചുറ്റി മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ സ്നേഹം കൊണ്ട് ഉണർത്താൻ കഴിയും. സ്നേഹം എന്നുള്ള പദം വ്യക്തിസ്നേഹത്തെക്കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്, വിശ്വസ്നേഹത്തെക്കുറിച്ച്. ഈശ്വര സ്നേഹം കൊണ്ട്, ഭക്തി കൊണ്ട്, തീവ്രമായ പ്രേമം കൊണ്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ കഴിയും. എന്നിട്ട് ഉയിർകളെ മയക്കിപ്പുണരുവോര്, ഉയിര് ജീവനെ മുഴുവനും ശുദ്ധീകരിക്കുന്നു. അപ്പോൾ സ്നേഹം ജലം തളിച്ചാൽ, സ്നേഹത്തിൻ്റെ ഗംഗാജലം കൊണ്ട് ശിവനെ അഭിഷേകം ചെയ്യുമ്പോൾ അയാളുടെ ഉയിരിൽ കുടികൊള്ളുന്ന എല്ലാ മലങ്ങളും മാറിക്കിട്ടുന്നു. എന്താ നോക്കൂ, ശക്തിയാ തന്നെ മയക്കം മാറുന്നു. ഈ ശക്തി ഉണരുമ്പോൾ സ്നേഹമാകുന്ന ഗംഗാജലത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ ശക്തിദേവി ഉണരുകയും ആ ശക്തിദേവിയാൽ ആ സാധകനിലെ മയക്കം മുഴുവനും മാറുന്നു. ആ മായ മുഴുവനും മാറിക്കിട്ടുന്നു. പിന്നെയോ കർമ്മവും അവസാനിക്കുന്നു. കർമ്മബന്ധങ്ങൾ, കർമ്മത്തിൻ്റെ കെട്ടുകൾ പലതും പൊട്ടുന്നു. അങ്ങനെ മായയും കർമ്മവും ഇവിടെ ഇല്ലാതാക്കുന്ന ഒരത്ഭുതകരമായ ഒരു സ്വഭാവവിശേഷമാണ് സ്നേഹം, വിശ്വസ്നേഹം, ലോകത്തെ മുഴുവനും സ്നേഹിക്കാനുള്ള കഴിവ്. അങ്ങനെ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനുള്ള കഴിവ് ആരാണോ നേടുക, ആ ഭക്തി, ഈശ്വരനോടുള്ള തീവ്രമായ ഭക്തി, പരമപ്രേമം ആരാണോ നേടുന്നത് അവരിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കുണ്ടലിനി ശക്തി ഉണരുകയും കർമ്മബന്ധങ്ങളെയും മയക്കത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യും. എന്നിട്ടോ ഇമ്പവും വിളയിച്ച്, ഇമ്പം, സ്നേഹം, എല്ലായിടത്തും സ്നേഹം പൊഴിക്കാൻ പറ്റുന്നു. ഒരു ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് ലോകത്തിന് മുഴുവൻ സ്നേഹം കൊടുക്കാനും കഴിയും. അപ്പോൾ വിദ്വേഷത്തെ മാറ്റി
പകയെ മാറ്റി സ്നേഹത്തിൻ്റെ ഒരു ലോകം പടുത്തുയർത്താൻ സർവത്തെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹിക്ക് കഴിയുന്നു. എന്നിട്ട് ഇമ്പം വിളയിച്ച് ജ്ഞാനത്തിനെ കുറിച്ചിട്ട് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇമ്പം സ്നേഹം കൊണ്ട് എന്തുണ്ടാകുന്നു? അൻപിനാൽ അരുൾ ഉണ്ടാകുന്നു, ശിവാനുഗ്രഹം ലഭിക്കുന്നു. ആ ശിവാനുഗ്രഹത്താൽ ജ്ഞാനാഗ്നി ഒരാളിൽ ജ്വലിക്കുന്നു. ആ കുണ്ടലിനി അഗ്നി എല്ലാ കർമ്മങ്ങളെയും ദഹിപ്പിച്ച് കളയുന്നു, എല്ലാ മയക്കത്തെയും ദഹിപ്പിച്ച് കളയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയാണ്. ഒരു മന്ദസാധകന് ശിവനിപാതം കിട്ടാൻ എളുപ്പമാണ്, വളരെ എളുപ്പമായ ഒരു മാർഗമാണ്. അതായത് സ്നേഹിക്കുക, അൻപിനാൽ, ഇമ്പം കൊണ്ട്, ഇമ്പം സ്നേഹം കൊണ്ട് ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ പറ്റും. സ്നേഹമാകുന്ന ഗംഗാജലം ശിവനെ അഭിഷേകിക്കുമ്പോൾ നമ്മുടെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി ഉണരുകയും ആ ശക്തി മേലോട്ട് കുതിച്ച് എല്ലാവിധ കർമ്മബന്ധങ്ങളെയും തീർത്ത് നമ്മുടെ മയക്കത്തെ പൂർണ്ണമായും മാറ്റി ജ്ഞാനത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. ആ ജ്ഞാനാഗ്നിയിൽ കർമ്മബന്ധങ്ങളെല്ലാം ദഹിച്ച് ചാമ്പലാകുന്നു. വ്യക്തിയുടെ മയക്കം, മായ പൂർണ്ണമായും ഇല്ലാതാകുന്നു. എത്ര കാലം ജഗത്തിലൂഴിയാം ചെയ്തെന്നാലും ശക്തിയും ശിവവും എന്നും മുഴുമുതലായിരിപ്പു നിത്യവും തന്നെ വന്ദിപ്പോർക്കടയാളമായി ചിന്മുദ്രയെ തൻ്റെ അടയാളമായി കാട്ടി നിൽപ്പൂ. അപ്പോൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് ശിവൻ ചിന്മുദ്ര കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സ്നേഹം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തിയ, അല്ലെങ്കിൽ ലോകം മുഴുവൻ സ്നേഹം കൊണ്ട് നിറച്ച ഒരു സ്നേഹവാനായ സാധകൻ എന്ത് സംഭവിക്കുന്നു? ജഗത്തിൽ ഊഴിയും ചെയ്തെന്നാലും ശക്തിയും ശിവവും മുഴുമുതലായിരിപ്പു. ശക്തി ശിവൻ അദ്വൈതഭാവം ഉണ്ടാകും. ശക്തിയും ശിവനും ആദ്യം വേർതിരിഞ്ഞിരിക്കുന്നതായിരിക്കും. നിത്യവും തന്നെ വന്ദിപ്പോർ. അങ്ങനെ ശക്തിശിവന്മാരെ നിരന്തരം വന്ദിക്കുന്നവർക്ക്, ആരാധിക്കുന്നവർക്ക് എന്ത് കിട്ടുന്നു? ശിവൻ ചിന്മുദ്ര കാണിച്ചു കൊടുക്കുന്നു. ചിന്മുദ്ര എന്ന് വെച്ചത് ഏറ്റവും വലിയ ജ്ഞാനമുദ്രയാണ്. ആ ജ്ഞാനമുദ്ര എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ മന്ദ സാധകന്മാർക്ക് എളുപ്പത്തിൽ, ആദ്യമൊക്കെ ദ്വൈതഭാവമാണ്, ശിവനും ശക്തിയും വേറെ എന്ന മട്ടിലാണ്. പക്ഷേ ഒരു യാത്രയുടെ ഒരു വേളയിൽ നിത്യവും തന്നെ വന്ദിപ്പോർക്ക്, നിരന്തരം ഈ ശിവശക്തിയെ വന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? ചിന്മുദ്രദേവൻ കാണിച്ചു കൊടുക്കുന്നു. അതായത് ജ്ഞാനമുദ്ര കാണിച്ചു കൊടുക്കുന്നു. സാധകന് ജ്ഞാനിയാക്കി മാറ്റുന്നു. അപ്പോൾ ഒരു സ്നേഹവാനായ സാധകന് സ്നേഹം കൊണ്ട് ചിന്മുദ്രാ ദർശനം കിട്ടുന്നു, ജ്ഞാനമുദ്രാ ദർശനം കിട്ടുന്നു. ഇതാ നോക്കൂ. അത് കഴിഞ്ഞിട്ട് കണ്ടുകൊണ്ടിടിൻ രവി ഇന്ദുക്കൾ മാറി പണ്ട് കാലത്തെ വിളങ്ങിയിടുന്ന പരമനോപിൻ പണ്ടും ഇന്നും വിളങ്ങും ഒന്നെന്ന പോലെ തന്നെ കണ്ട് വന്ദിപ്പോർക്കുള്ള ഇരുളിനെ മാറ്റിയിടുന്നു. അങ്ങനെ നിരന്തരം ശിവശക്തി സാധന ചെയ്യുന്നവർക്ക്, ശക്തിയെയും ശിവനെയും നിരന്തരം ഉപാസന ചെയ്യുന്ന ഒരു സാധകന് കണ്ടുകൊണ്ടിടിൻ രവി ഇന്ദുക്കൾ, രവിയും ഇന്ദുവും, അതായത് സൂര്യചന്ദ്രന്മാർ, അതായത് ശിവനും ശക്തിയും വിളങ്ങുന്ന സൂര്യചന്ദ്രന്മാരിലൂടെ പണ്ട് കാലത്തെ വിളങ്ങിടുന്ന പരമനെ കാണാൻ പറ്റുന്നു. അപ്പോൾ സൂര്യനാഡിയും ചന്ദ്രനാഡിയും ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. ഭക്തി കൊണ്ട് തന്നെ ഒരു സാധകനിലെ ഇട പിങ്കള
എന്നീ നാഡികൾ, അതായത് സൂര്യചന്ദ്ര നാഡികൾ ശുദ്ധീകരിക്കപ്പെടുകയും അവിടെ നിന്ന് സുഷുമ്ന വഴി പരമനോട് ചേരാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ കുണ്ടലിനി ശക്തി ഉണർന്ന് പരമനായ ശിവൻ കുടികൊള്ളുന്ന സുഷുമ്നയിലൂടെ സഹസ്രാരത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഒരു സാധകന് ഭക്തി കൊണ്ട് തന്നെ ഇതൊക്കെ നേടാൻ പറ്റുമെന്നാണ് തിരുമൂലദേവൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. തീവ്രതരമായ ശിവശക്തി പ്രേമം കൊണ്ട് ഒരാൾക്ക് രവീന്ദുക്കൾ തെളിഞ്ഞു കിട്ടുന്നു. അതായത് ഇട പിംഗല നാഡികൾ ശുദ്ധീകരിക്കപ്പെടുന്നു. പിന്നെ പരമോന്നതനായ ശിവൻ കുടികൊള്ളുന്ന സഹസ്രാരത്തിലേക്കുള്ള സുഷുമ്നാമാർഗവും തെളിഞ്ഞു കിട്ടുന്നു. ഇങ്ങനെ തെളിഞ്ഞു കിട്ടുന്ന സാധകൻ അവസാനം ശിവശക്തി മേളനം എന്ന ആ അത്ഭുതകരമായ ആനന്ദലയനത്തിൽ എത്തിച്ചേരുന്നു. പണ്ടും ഇന്നും വിളങ്ങുന്ന ഒന്നുപോലെ തന്നെ പണ്ടും വിളങ്ങിയിരുന്ന ഈ ശിവശക്തി സൗന്ദര്യമാണ്. ഇപ്പോഴും ആ ശിവശക്തി സൗന്ദര്യം വിളങ്ങുന്നു. എന്നിട്ടോ കണ്ട് വന്ദിപ്പോർക്കുള്ള ഇരുളിനെ മാറ്റിയിടുന്നു. ഇങ്ങനെ കണ്ട് വന്ദിപ്പവർ, അതായത് ശിവശക്തി സമ്മേളനം കണ്ട് ആനന്ദ നിർവൃതിയിൽ ആറാടുന്ന ഒരു ഭക്തൻ എന്തു പറ്റുന്നു? ഉള്ളിലെ ഇരുള് മുഴുവനും മാറിക്കിട്ടുന്നു. അതോടെ ഉള്ളിലെ ഇരുള് മാറിക്കിട്ടുന്നു. ഒരു ഭക്തൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണത്. ശിവശക്തി ലളിതാ സഹസ്രനാമത്തിൽ നാം കാണുന്നതാണ്. ഓം ശിവശക്തി ഐക്യരൂപിണിയെ നമിച്ചുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ശിവനും ശക്തിയും ഒന്നിക്കുമ്പോഴുണ്ടാകുന്ന ആ ആനന്ദ താണ്ഡവം കൺകുളിർക്കെ കാണാൻ ഏതൊരു സാധകനാണോ, ഭക്തസാധകനാണോ കഴിയുന്നത്, അയാളുടെ ഉള്ളിലെ ഇരുട്ട് മുഴുവനും മാറിക്കിട്ടുന്നു, അജ്ഞാനം മാറിക്കിട്ടുന്നു, അയാളുടെ കർമ്മബന്ധങ്ങൾ അറ്റുപോകുന്നു. ഈ അവസ്ഥ നാം എപ്പോഴും കാണാറുള്ളതാണ് തിരുവാചകത്തിൽ. മാണിക്യവാചകരുടെ തിരുവാചകത്തിൽ നാം കാണുന്നു. ഇത് തന്നെയാണ് യോഗശാസ്ത്രത്തിലും സംഭവിക്കുന്നത്. ഇവിടെ ഭക്തി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ യോഗത്തിൽ പിംഗല നാഡികളെ ശുദ്ധീകരിച്ച് 70,000 നാഡീഞരമ്പുകളെയും ശുദ്ധീകരിച്ച് ശക്തിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന, ശക്തിയെ ഉണർത്തുന്ന ഒരു ടെക്നിക്കാണ് യോഗ പദ്ധതിയിൽ നാം കാണുന്നത്. ഇത് ശക്തിപാദമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇത് ശക്തിപാദമാണ്. അത് ശക്തി വന്ന് ഉണരുകയാണ്. ഭക്തൻ്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തുന്ന ഒരു ഉണർത്ത് പാട്ടാണ് സ്തുതിഗീതങ്ങൾ അഥവാ ഭക്തിഗാനങ്ങൾ. അതുകൊണ്ടാണ് തേവാരം കവികൾ ഇത്രയും തേവാരങ്ങൾ എഴുതിയത്. ഈ തേവാരങ്ങളൊക്കെ ആയിരക്കണക്കിന് തേവാരങ്ങൾ എഴുതിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ശിവപൂജ നിർവഹിക്കാൻ വേണ്ടിയാണ്. ഈ ശിവപൂജ എന്തിനു വേണ്ടിയാണ്? ഉള്ളിലുള്ള ശക്തിദേവിയെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ശക്തിദേവിയെ ഉണർത്തുന്നത്? ശക്തിദേവിയെ ഉണർത്തിയാൽ കർമ്മബന്ധങ്ങളെല്ലാം മറ്റുപോകും. മാത്രമല്ല ശിവസാക്ഷാത്കാരം കിട്ടുകയും ചെയ്യും. അപ്പോൾ കുണ്ടലിനി ശക്തിയിലൂടെ, അതായത് ദേവീ ശക്തിയിലൂടെയാണ് ഒരു സാധകൻ ശിവനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ശക്തിയിലൂടെയല്ലാതെ ശിവനിലേക്ക് പ്രവേശിക്കാനാവില്ല, പ്രത്യേകിച്ചും ഒരു ഭക്തൻ. അപ്പോൾ ഒരു ഭക്തൻ, ഒരു സാധകൻ എപ്പോഴും ശക്തിയെ ഉണർത്തി ശിവനിൽ എത്തിച്ചേരുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നാം മന്ദം എന്ന ശക്തി നിപാതത്തിൽ കാണുന്നത്. ഇനി തീവ്രവും തീവ്രതരവും ഉണ്ട്. അത് അടുത്ത ശ്രദ്ധിക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.